അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങുന്ന ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇന്ന് ജനുവരി 1 ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള പല ആചാരങ്ങളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഈ കലണ്ടർ പ്രകാരം ഇന്ന് ന്യൂ ഇയർ എന്ന് ആഘോഷിക്കുന്ന ഒരുപാടധികം ആളുകളെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. പൊതുവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ആഘോഷങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ആഘോഷത്തിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് അതിനുള്ള ആശംസകൾ, അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ ആശംസകളും നേരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. എന്നാൽ ആ ആഘോഷത്തിൻ്റെ അതേ ദിവസം അന്ന് പലപ്പോഴും പല കണക്കുകളും വരാൻ തുടങ്ങും. ഈ ആഘോഷത്തിൻ്റെ അതേ ദിവസം ഇവിടെ ചെലവഴിക്കപ്പെട്ടത് ഇത്ര കോടി രൂപയുടെ മദ്യമായിരുന്നു, ഇത്രയധികം കിലോ കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ ഇവിടെ പിടിക്കപ്പെട്ടു എന്നുള്ള കണക്കുകളാണ് ആ ആഘോഷത്തിൻ്റെ ആ ദിവസം വരിക. അതും കൂടി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത ആ ആഘോഷത്തിൻ്റെ മറവിൽ നടന്ന ഒരുപാടധികം സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ചില പ്രത്യാഘാതങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുകളാണ്. എന്താണ് ഈ ആഘോഷങ്ങൾ അവസാനം ബാക്കിയാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരുപാടധികം കുത്തഴിഞ്ഞ ജീവിതങ്ങൾക്കുള്ള ഒരുപാട് അവസരങ്ങൾ അവിടെ തുറന്നു വെച്ചു എന്നതാണ്. മൊത്തത്തിൽ ഏത് ആഘോഷം എടുത്ത് നോക്കിയാലും, അത് ക്രിസ്മസ് ആവട്ടെ, ന്യൂ ഇയർ ആവട്ടെ, ഓണമാവട്ടെ, വിഷു ആവട്ടെ, തുടങ്ങി എന്തെല്ലാം ആഘോഷങ്ങളുണ്ടോ അതൊക്കെ നൽകുന്ന ഒരു മൊത്തത്തിലുള്ള ആശയം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ രത്ന ചുരുക്കം എന്നത് ഇത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് അതെപ്പോഴും സന്തോഷം മാത്രം നൽകുന്ന ഒന്നല്ലല്ലോ. കലണ്ടറിൽ ഒരുപാട് ചുവപ്പ് നിറങ്ങളുണ്ടാവും, എല്ലാ ഞായറാഴ്ചയും ചുവപ്പായിരിക്കും. അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ, ഒഴിവ് ദിവസങ്ങൾ, ആഘോഷ ദിവസങ്ങൾ എന്നറിയപ്പെടുന്നവ, അതൊക്കെ ജീവിതത്തിലെല്ലാം മറന്ന് അടിച്ചു പൊളിക്കാനുള്ള ദിവസങ്ങളായി കാണുന്ന ഒരുപാടധികം ആളുകളെ കാണാൻ സാധിക്കും. കലണ്ടറിൽ ചുവപ്പാണ് എന്നതിനർത്ഥം നിങ്ങൾക്ക് കുത്തഴിഞ്ഞ് ആസ്വദിക്കാനുള്ള ലൈസൻസ് ആണ് എന്നല്ലല്ലോ. ഇവിടെ അത്തരത്തിൽ വിവാഹമാവട്ടെ, ആനിവേഴ്സറികളാവട്ടെ, ഒരു സ്കൂൾ വിദ്യാർത്ഥി അവന്റെ അഡ്മിഷന് വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന സമയം മുതൽ, ഇപ്പോൾ LKG ക്ലാസ്സുകളിലൊക്കെ ഫെയർവെല്ലാണ്, കോൺവെക്കേഷനുകളാണ്, അവിടെ പോലും അടിച്ചു പൊളിക്കുന്ന ആഘോഷ ത്വര കുട്ടികളിലേക്ക് പോലും എത്തിക്കുന്ന ഒരു സമ്പ്രദായം കാണാൻ സാധിക്കും. ഇത് സ്കൂളുകളിൽ മാത്രമല്ല, ക്യാമ്പസുകളിൽ അതിൻ്റെ പുതിയ കാല വേർഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അങ്ങ് അടിച്ചു പൊളിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന, അതിനുവേണ്ടി കേക്കുകളാവട്ടെ, ഭക്ഷണങ്ങളാവട്ടെ എല്ലാം ധൂർത്തിലേക്ക് പോകുന്ന, മാത്രവുമല്ല DJ പാർട്ടികളും നൈറ്റ് ലൈഫ് കൾച്ചറുകളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് പലപ്പോഴും എന്തുമേതും ഒരു ലൈസൻസും ഇല്ലാതെ അടിച്ചു പൊളിക്കാനുള്ള ശ്രമം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാം അടങ്ങുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ കേവലം അടിച്ചുപൊളികളുടെ പിന്നാലെ പോകേണ്ട ആളുകളല്ല എന്നുള്ള ഉറച്ച ബോധം നമുക്കുണ്ട്. പക്ഷേ നമ്മളടങ്ങുന്ന മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന, വിശ്വാസികൾക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്, മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ പോലും പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളാരും അതിന് പോകാറില്ല. അങ്ങനെ തുള്ളുന്നൊരു സദസ്സ് നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യാറില്ല. പക്ഷേ എന്തുകൊണ്ടാണ് മുസ്ലിം വിദ്യാർത്ഥികൾ അത്തരം സദസ്സുകളിൽ മുമ്പിൽ നിൽക്കുന്നത്? അവരെന്തുകൊണ്ടായിരിക്കാം? ആരും വളരെ ബോധപൂർവം പ്ലാൻ ചെയ്തൊന്നല്ലല്ലോ അത്തരം സദസ്സുകളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ അത്തരം ട്രാപ്പുകളിൽ പെട്ടുപോകുന്നത് എന്ന ചോദ്യം നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ
മതനിഷേധവും കുഫ്റും ശിർക്കുമൊക്കെ നമ്മളിലേക്ക് കടന്നു വരാനുള്ള പ്രധാന കവാടം, പ്രധാന ഒരു വാതിൽ എന്നത് നമ്മളാരും ഗവേഷണം ചെയ്തോ പഠിച്ചോ വായിച്ചോ ശിർക്കിലേക്ക് പോകുന്ന ആളുകളല്ല. നമ്മളാരും ഒരിക്കലും ആഴത്തിലുള്ള പരന്ന വായന കാരണം ഇത്തരം കുഫ്റിന്റെ ആശയങ്ങളിലേക്ക് പോകുന്ന ആളുകളല്ല. ഇത്തരത്തിലുള്ള ആഘോഷത്തിലുള്ള അല്ലെങ്കിൽ ദുനിയവിയായ കാര്യങ്ങളിൽ മാത്രം ഭ്രമിച്ചു പോകുന്ന ആളുകളല്ല നമ്മളൊന്നും. പക്ഷേ നമ്മൾ പെട്ടുപോകാനുള്ള, ഞാൻ പറഞ്ഞ നമ്മൾ എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ പരിസരത്തുള്ള ഒരുപാടധികം പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ അവർ പെട്ടുപോകാനുള്ള പ്രധാന കാരണം എന്നത് മറ്റൊന്നുമല്ല, മറിച്ച് എല്ലാവരുടെയും കൂടെ കൂടി ഒപ്പിച്ചു പോകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വിഷയമാണത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനല്ലല്ലോ നാം അടങ്ങുന്ന മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. ഇവിടെ നമുക്കൊരു ജീവിതം അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. കേവലം എല്ലാം ആസ്വദിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ചില വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏവർക്കുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ. സ്വന്തം ഇച്ഛയെ, സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ അവന്റെ ഇലാഹാക്കിയ ആളുകളെ നിങ്ങൾ കണ്ടുവോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിനെ ഇലാഹാക്കുക. ഇലാഹ് എന്ന് വെച്ചാൽ എല്ലാം അനുസരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളാക്കിക്കൊണ്ട് സ്വന്തം ഇച്ഛയെ അവിടെ പ്രതിഷ്ഠിക്കുന്ന, ദേഹേച്ഛയെ, തനിക്ക് എന്താണോ തോന്നുന്നത്, തന്റെ ഇഷ്ടം എന്താണോ, ആഗ്രഹം എന്താണോ അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ കണ്ടില്ലയോ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള എന്ത് വൈബ് ആയിക്കോട്ടെ, എത്ര തന്നെ ആസ്വാദനം അതിൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും, അത് ഏത് ലഹരിയാവട്ടെ, ഏത് ഡാൻസ് പാർട്ടികളാവട്ടെ, എന്തെല്ലാം നൈറ്റ് പാർട്ടികളാവട്ടെ, അതൊന്നും നമുക്ക് ചേർന്നതല്ല എന്ന ഉറച്ച ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇതിലേക്ക് പെട്ടുപോകുന്ന, ആ കൂടെ കൂടി പോകുന്ന കുട്ടികൾ, അവർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ധാർമ്മികതയോ ശരിയോ തെറ്റോ അതൊക്കെ ഇപ്പൊ എന്തിനാ വല്ലാതെ നമ്മൾ ഈ ശരി തെറ്റുകളുടെ പിന്നാലെ പോകുന്നത്? അതൊക്കെ അന്വേഷിച്ച് പോയാലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇന്നത് പറ്റില്ല, ഇന്നത് വേണം, ഇന്നത് നല്ലതാണ്, ഇന്നത് തിന്മയാണ് എന്നൊക്കെ അന്വേഷിച്ച് പോയാലല്ലേ പ്രശ്നമുള്ളൂ. അതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട. ഈ മത നിയമങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോഴല്ലേ ഈ പ്രശ്നമുള്ളൂ. അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും കുട്ടികൾ എത്തുന്നു. അതിലും കുറച്ചുകൂടി കടന്നുപോയി പലപ്പോഴും കാണാൻ കഴിയും, അള്ളാഹുവോ റസൂലോ അങ്ങനെ ഒരു സംഗതിയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് പോലും പറയുന്ന ചില അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ പരിസരത്തുള്ള പല വിദ്യാർത്ഥികളെയും എത്തുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ആരും അത്തരം ഒരു കൂട്ടത്തിൽ പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. നമ്മളിലേക്ക് ഒരിക്കലും അത്തരം ചിന്തകൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിന് നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മൾ പലപ്പോഴും പരലോകം ആഗ്രഹിച്ചുകൊണ്ടാണ്, പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ആ പരലോകത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിം സമുദായം ആ പരലോകം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ എന്തൊരു മാതൃകായോഗ്യമായ ജീവിതമായിരിക്കും ഉണ്ടാവുക. ഒരു നാൾ ഞാനും നിങ്ങളുമൊക്കെ മരിക്കുമെന്ന ബോധ്യമാണ് ഏറ്റവും പ്രധാനമായി നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. ഒരു സുഹൃത്ത് ഖബർ കാണാൻ വേണ്ടി പോവാണ്. ഖബറിലേക്ക് പോകുമ്പോൾ തന്റെ സുഹൃത്തിന്റെ മയ്യിത്ത് അവിടെ അടക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ആ ഖബർ സന്ദർശിച്ച് തന്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന നിയ്യത്തിൽ ആ വ്യക്തി ഖബറിലേക്ക് പോകുമ്പോൾ ഒരു കവി പാടുന്നുണ്ട്. ആ സുഹൃത്തിന്റെ ഖബർ അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, നീ വല്ലാതെ ഞെട്ടൊന്നും വേണ്ട, നിന്റെ ഞെട്ടലിന് വലിയ ആയുസ്സൊന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് നിന്റെ സുഹൃത്ത് ഞാൻ ഇവിടെ മരണപ്പെട്ട് കിടക്കുകയുണ്ടായത്. ഞാനും ഇതുപോലെ എനിക്ക് മുമ്പ്, എന്റെ മരണത്തിന് മുമ്പ് ഞാനും കുറെ ഞെട്ടിയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഖബറിനടിയിലാണ്. നീ അതുകൊണ്ട് വല്ലാതെ ഞെട്ടൊന്നും വേണ്ട, അടുത്ത ദിവസം എന്റെ തൊട്ടപ്പുറത്തൊരു ഖബറിൽ നീയും കിടക്കേണ്ടവനാണ് എന്ന് ഒരു കവി പാടുകയാണ്. അങ്ങനെ ഖബറുകൾ പറയുന്നതാണ്. നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. ഏതോ ഒരു ഖബറിലേക്ക് എന്നോ എടുത്തു വെക്കേണ്ട ഒരു മൃതദേഹമാണ് നമ്മുടെ എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷേ അതെല്ലാം വിസ്മരിച്ചു പോകാൻ നമുക്ക് ഈ ജീവിതത്തിലുള്ള ഒരുപാടധികം ആസ്വാദനങ്ങൾ നമ്മെ കാത്തു നിൽക്കുന്നു. സഹോദരങ്ങളെ, ഒരു നാൾ മരിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ല. ഞാനും നിങ്ങളുമൊക്കെ ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യം, നമ്മൾ ജനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരിക്കും, ഒരു സംശയവും വേണ്ട. മരണം അത് നിർബന്ധമായി നമ്മളിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നേ വരെ ജീവിച്ച എത്ര വലിയ ചക്രവർത്തികളാവട്ടെ, എത്ര വലിയ രാജാക്കന്മാരാവട്ടെ, എത്ര ധനാഢ്യന്മാരാവട്ടെ, അവർക്കൊക്കെ ഉണ്ടായിരുന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ അവർ മരിക്കുമെന്നത്. അവർക്കും ഉറപ്പുണ്ടായിരുന്നു അവർ മരിക്കും. പക്ഷേ നമ്മളെയും അവരെയും വ്യത്യസ്തമാക്കുന്നത് ഈ ചിന്തയാണ്. ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. പലപ്പോഴും പറയാറുണ്ട്, ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെയും ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും ഇടയിൽ ഒരു ചെറിയ ഹൈഫൺ ഉണ്ടല്ലോ, ആ ഹൈഫണാണ് ജീവിതം. എന്നോ ഒരിക്കലും ആ ഡേറ്റ് ഓഫ് ഡെത്ത് നമുക്കൊക്കെ വരാനുണ്ട്, അത് എന്ന് നമുക്കറിയില്ല. അതിനിടയിലുള്ള ആ ചെറിയൊരു ഹൈഫൺ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതം പലപ്പോഴും പറയാറുണ്ട്.
നമ്മുടെ ഈ കളികളും ചിരികളും സന്തോഷങ്ങളും എന്തെല്ലാം ആസ്വാദനങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ കൂട്ടുകാരാവട്ടെ, നമ്മുടെ കയ്യിലുള്ള പണമാവട്ടെ, നമ്മുടെ ബൈക്കാവട്ടെ, നമ്മുടെ യാത്രകളാവട്ടെ, നമ്മുടെ ക്യാമ്പസ് ആവട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏത് നിലയ്ക്കുള്ള സന്തോഷങ്ങളാവട്ടെ, അതൊക്കെ ഒരു നാൾ അവസാനിക്കാനുള്ളതാണ് എന്ന ബോധമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ, നിങ്ങളെല്ലാവരും കേട്ടതല്ലേ, പിന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും സർദാർ വല്ലഭായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഒരു വിമാനം മുകളിലേക്ക് കുതിക്കുകയാണ്. ലണ്ടൻ ലക്ഷ്യമാക്കി പോകുന്ന ബോയിങ് വിമാനം, 250 യാത്രക്കാരുള്ള ഒരു വിമാനമാണ്. ആ വിമാനം മുകളിലേക്ക് ഉയർന്ന് അതിന്റെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിയിട്ടില്ല, കുറഞ്ഞ ദൂരം സഞ്ചരിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അത് തകർന്നടിയുന്നൊരു കാഴ്ച. ആ വിമാനത്തിന്റെ തകർച്ചയിൽ അതിലുള്ള യാത്രക്കാരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും തൽക്ഷണം മരിക്കുന്ന ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. 230ഓളം ആളുകൾ ആ സമയത്ത് മരിച്ചു എന്നുള്ളതാണ്. 230 അതൊരു ചെറിയ എണ്ണല്ല. എത്രയോ വലിയ പ്രതീക്ഷകളുമായി സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരുപാടധികം ആളുകൾ. അവരുടെ യാത്ര എങ്ങും എത്തിയില്ല, തുടങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്കും അവസാനിച്ചു. അവർ മാത്രമാണ് അവസാനിച്ചത്? അല്ല, ആ വിമാനം നേരെ പോയി പിന്നെ ഇടിച്ച് തകർന്നത് ഒരു മെഡിക്കൽ കോളേജിന്റെ ക്യാൻറ്റീൻ കെട്ടിടമായിരുന്നു. ആ മെസ് ഹാളിൽ ഇരുന്ന് തങ്ങളുടെ കുശലാന്വേഷണങ്ങളുമായി ചിരിച്ച് കളിച്ച് അവിടെ വർത്തമാനം പറഞ്ഞിരുന്ന, ഭക്ഷണം കഴിച്ചിരുന്ന ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ആ സമയത്ത് മരിച്ചു എന്നുള്ളതാണ്. നമ്മളെയൊക്കെ പോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരും ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരു വിമാനം പാഞ്ഞു കയറി അവരും തൽക്ഷണം മരിച്ചുപോയി, വെന്ത് മരിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നമുക്കും ഒരിക്കൽ വരാനുള്ള മരണം എത്ര എത്ര ഉദാഹരണങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ ഒരു വാർത്ത കേട്ടിരുന്നു, ഒരു ഡോക്ടർ കുടുംബം, അവരുടെ കുടുംബത്തിൽ എല്ലാവരും ഡോക്ടർമാരാണ്. അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, മക്കളെല്ലാവരും ഡോക്ടർമാരാണ്. അവരൊരിക്കൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ പോവാണ്. ആ ഹോട്ടലിൽ എത്തിയതിനു ശേഷം ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു, വളരെ സന്തോഷത്തോടൊരു ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ തന്റെ മകന്റെ, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തന്റെ മകന്റെ പിന്നെ നെറ്റിയിലേക്ക് തലപ്പിൽ ഒരു ഭക്ഷണം പിന്നെ തരിപ്പ് കയറുകയാണ്. ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തരിപ്പിൽ കയറുന്നത് കണ്ട് എന്താണ് അപ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ അറിയുന്ന ആ ഡോക്ടർമാരെല്ലാവരും നോക്കി നിൽക്കെ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തരിപ്പ് കയറി ആ സമയത്ത് തന്നെ തന്റെ മകനോട് മരിച്ചു വീഴുന്നൊരു കാഴ്ച അദ്ദേഹം കണ്ടു എന്നാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മരണം അവിടെ സംഭവിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ഒന്നും ഒരു വിഷയമല്ല, നമുക്കൊക്കെ എപ്പോഴോ നേരിടേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. എന്റെ നാട്ടില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സാധാരണക്കാരനാണ് അദ്ദേഹം. പിന്നെ ഖബർ കുഴിക്കാൻ അദ്ദേഹത്തിന്റെ പണി. ഓരോ മരണം സംഭവിക്കുമ്പോഴും ഒരുങ്ങി വന്ന് തനിക്ക് ബാക്കിയുള്ള ഒരു ഖബർ കുഴിച്ചു വെക്കും. അവിടെ താനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടാവും, ആ സ്ഥലത്ത് ഖബർ കുഴിക്കും. ഒരു എക്സ്ട്രാ ഖബർ എപ്പോഴും അദ്ദേഹം കണ്ടുവെക്കുമായിരുന്നു. എപ്പോഴാണ് അത്യാവശ്യം ഉണ്ടാവുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു മരണം സംഭവിച്ചാൽ ആ ഖബറിലേക്ക് ആ മയ്യത്തിനെ അടക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു ഖബറും കുഴിച്ചു വെക്കും. തൊട്ടടുത്ത ദിവസം മറ്റൊരു മരണം സംഭവിച്ചാലോ. അങ്ങനെ ഖബർ കുഴിക്കുകയായിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം രാവിലെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബർ കുഴിച്ചു കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം വീട്ടിലെത്തി. അന്ന് വൈകുന്നേരം ആ ഖബർ കുഴിച്ച വ്യക്തി അദ്ദേഹം മരണപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് ഏത് ഖബറിലേക്കായിരിക്കും അദ്ദേഹത്തെ എടുത്തു വെക്കുക? അദ്ദേഹം തന്നെ അന്ന് രാവിലെ കുഴിച്ച ആ ഖബറിൽ അദ്ദേഹത്തിന്റെ മയ്യത്തിനെ കൊണ്ടുപോയി ഇറക്കി വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്, നമ്മുടെയൊക്കെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ. എത്ര വാഹനാപകടം നമ്മൾ കാണുന്നുണ്ട്, എത്ര ആക്സിഡന്റുകൾ. ഇപ്പൊ എയറോപ്ലെയിന്റെ അപകടം പറഞ്ഞത് ഇതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ റോട്ടിലുണ്ടാവുന്ന അപകടങ്ങൾ, ബോട്ടിലുണ്ടാവുന്ന അപകടങ്ങൾ, കപ്പലുകൾ അല്ലെങ്കിൽ ട്രെയിൻ അപകടങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണ്. ഇവിടെയൊക്കെ പലപ്പോഴും മനുഷ്യർ പറയുന്ന ഒരു വാക്കാണ് അകാല ചരമം അല്ലെങ്കിൽ ആകസ്മികമായി ഉണ്ടായ മരണമെന്ന്. സഹോദരങ്ങളെ, അകാല ചരമം എന്ന് ഇസ്ലാമിന് അങ്ങനെ ഒരു സംഗതി ഇല്ല. ഏതോ കാലത്ത് നമുക്ക് കാലമല്ലാന്ന് തോന്നുന്ന കാലത്ത് ഉണ്ടാവുന്ന മരണം എന്നൊരു സങ്കല്പം ഇസ്ലാമിനില്ല. എപ്പോ വേണമെങ്കിലും ആർക്കും മരണം കടന്നു വരാമെന്നാണ്. നമുക്ക് പോലും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന, നമ്മളും എപ്പോഴും വേണമെങ്കിൽ പോകാമെന്ന ആ ലിസ്റ്റിലുള്ള ഒരു പേര് മാത്രമായിരിക്കുന്ന ആ മരണം വരാമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് അകാല മരണമാവുക? ചെറിയ പ്രായത്തിൽ മരിക്കാം, 80കളിൽ മരിക്കാം, ഒരു സംശയം വേണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്കൊക്കെ പോവാം. ഇന്നൊരു പക്ഷേ രാവിലെ നമ്മൾ ധരിച്ച ഈ ഷർട്ട് ഉണ്ടല്ലോ, ഈ ഷർട്ട് വൈകുന്നേരം നമ്മളാണോ അഴിക്കുക എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇട്ട ഈ വസ്ത്രം ഒരുപക്ഷെ ഇന്ന് അഴിക്കുക നമ്മളാണോ നമുക്കറിയില്ല. നാളെ നമ്മൾ ഇടാൻ വേണ്ടി ഒരുക്കി വെച്ച നമ്മുടെ അലമാറയുള്ള വസ്ത്രം അത് നാളെ ധരിക്കുക നമ്മളാണോ നമുക്കറിയില്ല, മറ്റൊരാളായേക്കാം. നമ്മൾ ഈ ധരിച്ച വസ്ത്രം ഊരുക പോലും നമുക്കറിയില്ല എങ്കിൽ അത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം. നമ്മൾ രാവിലെ സോപ്പ് തേച്ച് കുളിച്ചവരാണ്. ഒന്ന് ആലോചിച്ച് നിങ്ങൾ, ആ കുളിച്ച സോപ്പ് കൊണ്ട് തന്നെ നമ്മൾ വീടുകളിലാണെങ്കിൽ ആ കുളിച്ച സോപ്പ് കൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ നമ്മുടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ അതേ സോപ്പ് ഉപയോഗിക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ സങ്കടകരമായി കാണാറുണ്ട്. നമ്മൾക്ക് ഒരിക്കലെങ്കിലും ഒന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പോകണം. നമ്മുടെ നാട്ടിലേക്ക് ഒരു മരണം സംഭവിക്കുമ്പോഴേ അവിടെ ഒരു മയ്യത്ത് അവിടെ ഉണ്ടെങ്കിൽ ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ ഇടയ്ക്ക് ഒന്ന് പോകണം. ആ കുളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ബോധ്യങ്ങൾ വരും. നമ്മുടെ ശരീരവും അതുപോലെ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം നമ്മെ കുളിപ്പിക്കുന്ന മറ്റാരോ ചില ആളുകൾ, നമ്മുടെ കുടുംബക്കാരാവാം, നമ്മുടെ നാട്ടുകാരാവാം, പള്ളിയിലെ ഇമാമാവാം,
ആരുമാവാം. നമ്മെ കുളിപ്പിക്കുന്ന ചില രംഗങ്ങൾ നമുക്കൊക്കെ വരാനുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ചരിത്രത്തിൽ അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അബൂ ഷുറൈഖ് റഹിമഹുല്ല വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്റെ കാൽപ്പാടുകൾ പിന്നിലായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കാണാം. ആ കാൽപ്പാടുകൾ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആത്മകഥനം നടത്തുകയാണ്. ഞാൻ എൻ്റെ മരണവുമായി ഉള്ള അകലം, എൻ്റെ ജീവിതവും എൻ്റെ മരണവുമായുള്ള അകലം അത് എത്രമേൽ കുറഞ്ഞു വരികയാണ് റബ്ബേ എന്ന് ആലോചിച്ച് അദ്ദേഹം കരയുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. നമ്മുടെ ജീവിതം ഓരോ ദിവസങ്ങൾ കൊഴിഞ്ഞു പോവാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് വളരെ പെട്ടെന്ന് പോയി. ഇത് ജനുവരി 1 അടുത്ത ജനുവരി 1 വളരെ പെട്ടെന്നാവും. എത്ര വേഗമാണ് ഓരോ ദിവസവും പോകുന്നത്. അത് അന്ത്യനാളിന്റെ ഒരു അടയാളമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അത്രമേൽ ദിവസങ്ങൾ വേഗത്തിൽ പോകുമ്പോൾ തന്റെ കാൽപ്പാടുകൾ ഓർത്തുകൊണ്ട് ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറയുമായിരുന്നു, എന്റെ ജീവിതവും മരണവും തമ്മിലുള്ള അകലവും ഇതുപോലെ കുറഞ്ഞു വരികയാണല്ലോ റബ്ബേ എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, 2ാമത്തെ ഖലീഫയാണ്. അദ്ദേഹം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു താൻ ഭരണാധികാരിയായ സമയത്ത് അദ്ദേഹത്തിന് ഒരു സഹായി ഉണ്ടായിരുന്നു കൂടെ. ആ സഹായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് ഉമർ താങ്കൾ മരിക്കും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ മാത്രമായിക്കൊണ്ട് ഒരു സഹായിയെ കൂടെ അദ്ദേഹം നടത്തിയിരുന്നു. ഈ ബോധം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉമർ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നരച്ചു തുടങ്ങിയ സമയത്ത് അദ്ദേഹം ആ ഭൃത്തിനെ സഹായിയെ അടുത്ത് വിളിക്കുകയാണ്. ശേഷം പറഞ്ഞു, നിനക്ക് തിരിച്ചു പോകാം, എനിക്ക് നിന്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഈ നരച്ച താടി രോമങ്ങൾ ഉണ്ടല്ലോ, അത് ഓരോ നിമിഷവും എന്നോട് പറയുന്നുണ്ട്, ഉമർ താങ്കൾ മരിക്കും, ഒരു സംശയവും വേണ്ട എന്ന് ഈ താടി രോമങ്ങൾ എന്നോട് പറയുന്നുണ്ട് എന്നുള്ളത്. അതായത് ഓരോ നിമിഷവും താൻ മരിക്കുമെന്ന ബോധ്യമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊക്കെ വിശ്വാസികളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമോ, നേരത്തെ പറഞ്ഞ എന്തുമേതും അടിച്ചു പൊളിക്കണം, ജീവിതത്തിൽ ആസ്വാദനങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടൂ, സന്തോഷങ്ങൾ മാത്രമേ പാടൂ, തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും ആസ്വദിച്ച് മാത്രം ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ജീവിക്കാം. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, YOLO, YOLO, യു ഓൺലി ലിവ് വൺസ്. ജീവിതം ഒന്നേ ഉള്ളൂ, നീ ഒരു തവണ ജീവിക്കുള്ളൂ, അതുകൊണ്ട് അടിച്ചങ്ങോട്ട് പൊളിച്ചോ, ആസ്വദിച്ചോ എന്ന് പറയുന്ന ചില ടീഷർട്ടൊക്കെ കാണാൻ സാധിക്കും, YOLO എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതിനർത്ഥം പുതിയൊരു സംസ്കാരം അവിടെ ഉണ്ടായി വരികയാണ്. ജീവിതം എന്ന് വെച്ചാൽ അത് ആസ്വദിക്കാൻ മാത്രമാണ്, അല്ലാത്തൊരു വീണ്ടും വിചാരവും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആസ്വാദനത്തിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ, അത് മതമാണോ, മതം വേണ്ട. അള്ളാഹു ആണോ, അള്ളാഹു വേണ്ട. റസൂലാണോ, റസൂലിനെ വേണ്ട. നിങ്ങൾക്ക് എന്താണോ ആസ്വാദനത്തിന് തടസ്സമായിട്ടുള്ളത് അതൊക്കെ പൊട്ടിച്ചെറിയാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് പുതിയ കാലത്തെ കുട്ടികളെ ക്ഷണിക്കുന്നത് അത്തരം ചില ചിന്തകളിലേക്കാണ്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അത്തരം ഒരു ലോകം അപ്പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് കള്ളിന്റെ എണ്ണം, കഞ്ചാവിന്റെ എണ്ണം, പെണ്ണിന്റെ എണ്ണം, അല്ലെങ്കിൽ എന്തെല്ലാം അത്തരത്തിലുള്ള തോന്നിയാസങ്ങളുണ്ടോ അതിനെല്ലാം പിന്നാലെ പോകുന്ന ആളുകളുടെ എണ്ണം അത് കൂടി വരും. സഹോദരൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ട ആത്മാർത്ഥമായ ചിന്ത എന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനമായ 3 കാര്യങ്ങൾ: 1 തൗഹീദാണ്, 2 റിസാലത്താണ്, 3 ആഖിറത്താണ്. പരലോകം എന്ന ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തൗഹീദുള്ള ഒരുപാട് ആളുകളുണ്ട്, റിസാലത്ത് അനുസരിച്ച് ജീവിക്കുന്ന, അതിലേറെയും കുറഞ്ഞുമൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ സ്വാഭാവികമായും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും, ചില വീണ്ടും വിചാരങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരിൽ ഉണ്ടാവില്ല. കാരണം അവർക്കുണ്ടാവുന്ന ചിന്ത, നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ട ചിന്ത എന്നത് ഈ ദുനിയാവ് എന്നത് അത് ലൈബും ലഹുവുമാണ്. അത് കളിയും ചിരിയും തമാശയും മാത്രമാണ്. നൈമിഷികമായ, നിങ്ങൾക്ക് എത്ര വലിയ ആസ്വാദനം ലഹരി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എത്ര വലിയ ആസ്വാദനം അന്യ സ്ത്രീകളുമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്ര വലിയ ആസ്വാദനം തോന്നിയവാസങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാലും, അതൊക്കെ നൈമിഷികമായ നിസ്സാരമായ ചില നിമിഷങ്ങളുടെ ആസ്വാദനം മാത്രമാണ്. അതല്ലാത്ത പ്രവിശാലമായി കിടക്കുന്ന ശാശ്വതമായ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തിന്മകളുടെ ഒരു ലോകമായ, തിന്മകൾക്കുള്ള ഭവിഷ്യത്തായ നരകവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്നത് അവൻ ഒരിക്കലും മറക്കില്ല. എന്നാൽ ചില ആളുകളൊക്കെ മരണത്തെ പലപ്പോഴും സൗകര്യപൂർവ്വം മറക്കാറുണ്ട്. സെലക്റ്റീവ് അംനീഷ്യ എന്ന് പറയും. ഇത് അംനീഷ്യ എന്ന് വെച്ചാൽ മറവി രോഗം അല്ലെ. എന്നാൽ സെലക്റ്റീവ് അംനീഷ്യ എന്നൊരു പദമുണ്ട്. സെലക്റ്റീവായി ചില കാര്യങ്ങൾ മാത്രം, തനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം, തനിക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം മറക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. മരണത്തിനെ പറ്റിയുള്ള ചിന്ത അതെനിക്ക് വേണ്ട, കാരണം അത് ആലോചിക്കാൻ തന്നെ ഭയങ്കര ടെൻഷനാണ്. പരലോകത്തെ പറ്റിയുള്ള ആലോചന അത് വേണ്ട, അത് ആലോചിച്ചാൽ ഭയങ്കര പേടിയാവും. നരകവും സ്വർഗവും അതൊന്നും വേണ്ട, അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട.
ഇത്തരം ക്ലാസ്സുകൾക്കൊക്കെ വന്നാലല്ലേ അതൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് ആലോചിച്ച് അതിന് പോലും വരാതെ മാറിയിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആവരുത്. ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഒരു രാജാവ്, ഒരു കഥയാണ്. ആ രാജാവ് അദ്ദേഹത്തിന്റെ പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. തന്റെ മുമ്പിലുള്ള പല്ലുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോകുന്ന സമയത്ത് രാജാവിന് ഒരു പേടി വന്നു. എന്തായിരിക്കും ഈ പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാനുള്ള കാരണം? അദ്ദേഹം ഈ കാരണം അന്വേഷിച്ചുകൊണ്ട് തന്റെ 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. മന്ത്രിമാരോട് കാരണം ഈ പല്ല് കൊഴിഞ്ഞു പോകുന്നതിന്റെ കാരണം അന്വേഷിക്കാൻ പറഞ്ഞു. ഈ പല്ല് ഒരു മന്ത്രി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ഈ പല്ല് കൊഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ അന്വേഷിച്ചു, ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. എനിക്ക് മനസ്സിലായ കാര്യം, ഈ കൊഴിഞ്ഞു പോകുന്ന ഓരോ പല്ലുകളുണ്ടല്ലോ, അത് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരോ ആളുകളാണ്. അവർ ഓരോ ആളുകളും മരണപ്പെട്ടു പോകുന്ന രൂപമാണ് നിങ്ങൾ ഓരോ പല്ല് കൊഴിഞ്ഞു പോകുമ്പോൾ കാണുന്നത്. നിങ്ങൾ ഒരു പല്ല് കൊഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരാൾ അദ്ദേഹം മരണപ്പെട്ടു. മറ്റൊരു പല്ല് പോയപ്പോൾ നിങ്ങളുടെ ചെറിയൊരു പ്രായമുള്ള ഒരു വ്യക്തി, ഒരു കുട്ടി, അവൻ മരണപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തരും മരണപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിങ്ങനെ കൊഴിഞ്ഞു പോയി അവസാനത്തൊരു പല്ലുണ്ടല്ലോ, അത് നിങ്ങളാണ്, നിങ്ങളും മരിക്കും എന്ന കാര്യം ആ മന്ത്രി രാജാവിനോട് പറഞ്ഞു. രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. എന്റെ കൂടുതൽ എല്ലാവരും മരിക്കുന്ന കാര്യം ഞാൻ കാണുക എന്ന് പറഞ്ഞ അദ്ദേഹം ദേഷ്യത്തോടു കൂടി ആ മന്ത്രി പുറത്താക്കി. ഇനി ഭാഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ഒരു മന്ത്രിയോടും ഇതേ കാര്യം, എന്തുകൊണ്ടായിരിക്കും തന്റെ പല്ല് കൊഴിഞ്ഞു പോകുന്നത് എന്ന് രാജാവ് ചോദിക്കുകയുണ്ടായി. അപ്പൊ രണ്ടാമത്തെ മന്ത്രി ഒന്ന് പറഞ്ഞു, രാജാവേ, താങ്കൾക്ക് വലിയ സന്തോഷ വാർത്തയുണ്ട്. താങ്കളുടെ പല്ല് കൊഴിഞ്ഞു പോകുന്നത്, അതിൽ ഏറ്റവും അവസാനത്തെ പല്ലുണ്ടല്ലോ, അത് താങ്കളാണ്. താങ്കൾക്കാണ് ഇവിടെയുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും അധികം ആയുസ് താങ്കൾക്കാണ് എന്ന് രണ്ടാമത്തെ മന്ത്രി പറഞ്ഞു എന്നാണ്. 2 മന്ത്രിമാരും പറഞ്ഞു ഒരേ കാര്യമാണ്. ആദ്യത്തെ മന്ത്രി പറഞ്ഞത് ബാക്കിയുള്ള എല്ലാവരും മരിക്കുന്നായിരുന്നു, അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ രണ്ടാമത്തെ മന്ത്രി പറഞ്ഞത് താങ്കൾക്കാണ് ഏറ്റവും അധികം ആയുസ് എന്നായിരുന്നു, അദ്ദേഹത്തിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പല ആളുകളുടെയും ചില ചിന്തകൾ. അവർക്ക് മരണം എന്നുള്ള കാര്യം കേൾക്കുക ഭയങ്കര പ്രയാസമാണ്. ഞാൻ മരിക്കും, ഒരു നാൾ മരിക്കും, ഒരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ജീവനും എല്ലാ ദേഹവും അവർ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മളോട് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ അത് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ജീവിതത്തിനെ പറ്റി പറഞ്ഞോ, ഇവിടെ എന്തെല്ലാം ഭൗതിക സുഖത്തെ പറ്റി പറഞ്ഞോ, ആസ്വാദനങ്ങളെ പറ്റി പറഞ്ഞോ, അതൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ ആസ്വദിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് അംനീഷിയായി പലപ്പോഴും പുതിയ കാലത്തെ കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരൻ, ഈ അടുത്ത് മരണപ്പെട്ട ഒരു വ്യക്തി അലി ബനാത്ത് കേട്ടിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ ജീവിതം അത് ചുറുചുറുക്കുള്ള യൗവനത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് 30കളിലാണ്, ഞാൻ മനസ്സിലാക്കുന്നത് 33ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു വാർത്ത അറിയുന്നത്. അദ്ദേഹം ഭയങ്കര പൈസയുള്ള വ്യക്തിയായിരുന്നു. ഒരുപാട് ധനം തനിക്ക് ഉണ്ടായിരുന്നു, ധനാഢ്യനായ. ആ ധനം ഉള്ളത് കൊണ്ട് തന്നെ ആഡംബര ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു അലി ബനാത്ത്. ഏറ്റവും വില കൂടിയ ഫെറാറി കാറുകളിലായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ വാച്ചുകൾ, സൺഗ്ലാസുകൾ, ഏറ്റവും വിലപിടിപ്പുള്ള ഷൂകൾ, അങ്ങനെ ബ്രാൻഡുകളുടെ ഒരു ജീവിതത്തിലായിരുന്നു അദ്ദേഹം ജീവിതം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ 33ാമത്തെ വയസ്സെത്തിയപ്പോൾ അദ്ദേഹം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നിർബന്ധിതനാവാണ്. ആ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ഡോക്ടർക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, അലി ബനാത്ത്, താങ്കൾക്ക് ഇനി 7 മാസം മാത്രമേ ആയുസ് ബാക്കിയുള്ളൂ. താങ്കളുടെ മരണം അടുത്തു കഴിഞ്ഞു, ഇനി 7 മാസം കഴിഞ്ഞാൽ താങ്കൾ മരിക്കുമെന്ന കാര്യം ഡോക്ടർ അദ്ദേഹത്തോട് പറയാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഭയങ്കരമായി ബേജാറാവാണ്, ടെൻഷൻ ആവാണ്. അദ്ദേഹം ഒരുപാട് മാറി എന്ന് ചിന്തിച്ചു. അദ്ദേഹം ആലോചിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തൗഫീഖ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം ചിന്തിച്ച കാര്യം എന്നുള്ളത്, ഞാൻ ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ 30ഓളം വർഷങ്ങൾ ജീവിച്ചു. ഈ 30 വർഷവും ഓരോ നിമിഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുന്നുണ്ടായിരുന്നു, അലി ബനാത്ത്, താങ്കൾ മരിക്കും, അലി ബനാത്ത്, താങ്കൾ മരിക്കുമെന്ന് ഓരോ നിമിഷവും അള്ളാഹു എന്നോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല. മറിച്ച് ഇപ്പോ ഒരു ഡോക്ടർ എന്നോടൊന്ന് പറയാണ്, അലി ബനാത്ത്, താങ്കൾക്ക് ഇനി 7 മാസം കഴിഞ്ഞാൽ മാസം മാത്രമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴാണല്ലോ റബ്ബേ ഞാൻ ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒരുപാട് സ്വതക്കകൾ ചെയ്യാണ്. തന്റെ കയ്യിലുള്ള പണം മുഴുവൻ ആഫ്രിക്കയിലെ ഒരു തീരെ നിർധനരായ ഒരു കുടുംബം താമസിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം, അവിടെ പള്ളികൾ ഉണ്ടാക്കി കൊടുക്കാനും അവിടേക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ മുൻപിൽ നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ തന്റെ ജീവിതത്തിൽ അവസാനമായപ്പോൾ ഒരുപാടധികം ദാനധർമ്മങ്ങളും സ്വതക്കുകളും ഒക്കെ ചെയ്ത് നല്ല ജീവിതം ജീവിച്ച ഒരു വ്യക്തി. ഇത് യഥാർത്ഥത്തിൽ നമുക്കുള്ള വലിയൊരു ഓപ്പണിംഗ് ആണ്, നമുക്കുള്ള വലിയ തിരിച്ചറിവാണ്. നമുക്കും ഒരു മരണം വരാനുണ്ട്. അത് എപ്പോഴാണ് നമുക്കറിയില്ല. ആ വരുന്ന സമയത്തിന് മുമ്പ് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടില്ല എങ്കിൽ, ഗഫ്ലത്തിലാണെങ്കിൽ, അശ്രദ്ധയിലാണ് നമ്മളെങ്കിൽ, തീർച്ചയായും വലിയ അപകടമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കുറച്ച് ക്രോഡീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മരണത്തെ പറ്റി നിങ്ങൾ ഓർത്താലുള്ള ചില ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മരണത്തെ പറ്റി ഓർത്തില്ലെങ്കിലുള്ള ചില ദോഷങ്ങളെ പറ്റിയും ചില ശിക്ഷകളെ പറ്റിയും പറയുന്നുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് പറയാണ്, മൻ അക്തറ മിൻ ദിക്റൽ മൗത്ത്, നിങ്ങളിൽ ആരാണോ മരണത്തെ പറ്റി നന്നായി ഓർക്കുന്നത്, വർദ്ധിച്ച തോതിൽ മരണത്തെ പറ്റി ഓർക്കുന്നത് ആരാണോ, അക്രിം ബി സലാസത്തി അശ്യാ,
3 കാര്യങ്ങളെ കൊണ്ട് അത്തരം ആളുകളെ അവർ ആദരിക്കപ്പെടുന്നുള്ളതാണ്. അത്തരം ആളുകൾ, മരണത്തെ പറ്റി ഓർക്കുന്ന ആളുകൾ ഈ 3 രൂപത്തിൽ അവരെ ആദരിക്കപ്പെടുന്നുള്ളതാണ്. ഒന്ന്, മരണത്തെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഗുണം എന്നത് തഅജീലു തൗബ. അത്തരം ആളുകൾ, നമ്മൾ എപ്പോഴും മരണത്തെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ തഅജീലു തൗബ, തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ അവർ ഖേദിച്ചു മടങ്ങും. വളരെ പെട്ടെന്ന് തന്നെ തഅജീൽ തൗബ, അവർ തൗബയെ വളരെ വേഗത്തിലാക്കും. അവർക്കൊരു തെറ്റ് സംഭവിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹു ഇന്നലെ രാത്രി ഞാൻ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടിരുന്നു, എനിക്ക് റബ്ബെ പുറത്തു തരണേ, ഇനി ഒരിക്കലും റബ്ബെ എന്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാവില്ല റബ്ബെ എന്ന് ആത്മാർത്ഥമായി വളരെ പെട്ടെന്ന് ഖേദിച്ചു മടങ്ങാൻ അവർക്ക് സാധിക്കും. രണ്ടാമതായി പറഞ്ഞു വഖനാഅത്തുൽ ഖൽബ്, അവർക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിയാവുന്നുള്ളതാണ്. അവരുടെ കൽബിൽ അവർക്ക് എന്താണോ കിട്ടുന്നത് അതിനോടൊരു തൃപ്തി. അള്ളാഹു എനിക്ക് ഇത്രയേ ഉള്ളൂ, അത് മതി. എന്റെ സമ്പത്ത്, എന്റെ ജീവിതത്തിലെ സാലറി, അതൊരു 5 അക്ക സംഖ്യ, അത് മതി, എത്ര ചെറുതായിക്കോട്ടെ, അതിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും. അതല്ലാതെ ഭയങ്കരമായി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത് ജീവിതം മാത്രം ഈ ഭൗതികതയിൽ മാത്രം കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയില്ല. എന്താണോ അള്ളാഹു നൽകിയത് അതിൽ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ആളുകളായി അത്തരം ആളുകൾ മാറുന്നതാണ്. നശാത്തുൽ ഇബാദ, മൂന്നാമതായി കൊണ്ട് മരണത്തെ ഓർത്താലുള്ള ഗുണമാണ് ആരാധനയിലുള്ള ഉന്മേഷം. നശാത്തുൽ ഇബാദ, അവർ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഉറപ്പാണ് മരണമുണ്ട് എന്നുള്ളത്. അത് എപ്പോഴും ഓർക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ അടുത്ത ഇശാ നമസ്കാരമാകുമ്പോൾ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. മഗ്‌രിബ് നമസ്കരിക്കുമ്പോൾ അത്തരം ആളുകൾ ചിന്ത ഉണ്ടാവും, അല്ലാഹുവേ ഇത് ഒരുപക്ഷെ എന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം, റബ്ബെ എനിക്ക് പുറത്തു കൊണ്ട് റബ്ബെ, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കണം റബ്ബെ എന്ന് എപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നുള്ളതാണ്. എന്നാൽ ഈ മരണചിന്ത ഇല്ലാത്ത ആളുകളെ പറ്റിയോ, വമൻ നസിയൽ മൗത്ത്, മരണത്തെ പറ്റി മറന്നു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കപ്പെടുന്നുള്ളതാണ്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, തസ്വീഫു തൗബ, അത്തരം ആളുകൾ തെറ്റുപറ്റിയാൽ അതിൽ നിന്ന് ഖേദിക്കാനുള്ള സമയം നീട്ടിവെക്കും, മാറ്റിവെക്കും. ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് തെറ്റാണെന്ന്, എല്ലാവരും ചെയ്യുന്നല്ലേ, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ. എന്റെ ക്യാമ്പസിൽ എത്ര കുട്ടികളുണ്ട് മോശപ്പെട്ട പ്രവൃത്തിയിൽ പോകുന്ന, ആഘോഷങ്ങളിൽ തുള്ളിച്ചാടുന്ന, നൈറ്റ് ലൈഫ് കൾച്ചറിന്റെ പിന്നാലെ പോകുന്ന, അന്യ സ്ത്രീയും പുരുഷനുമായി ഒന്നിച്ചു പോകുന്ന എത്ര കുട്ടികളുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് ആലോചിച്ചുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കും. മരണത്തെ പറ്റി ചിന്തയില്ലാത്ത ആളുകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അവർ തൗബ ചെയ്യാനുള്ള സമയത്തെ നീട്ടിവെക്കും എന്നുള്ളതാണ്. സഹോദരൻ, ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമതായി, മരണത്തെ മറന്നാൽ ബത്തർകുൽ കഫാഫ്, അവർ ഒന്നുകൊണ്ടും തൃപ്തിയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാറും. അവർക്കൊന്നും തൃപ്തിയാവില്ല, ഒന്നും മതി വരില്ല. എത്ര തന്നെ കിട്ടിയാലും, സമ്പത്താവട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ, ഭൗതികമായ എന്തെല്ലാം ആവട്ടെ, അതൊക്കെ കിട്ടിയാൽ വീണ്ടും 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 അത് ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികതയിൽ മാത്രം ജീവിക്കുന്ന ആളുകളായി അത്തരം ആളുകൾ മാറും എന്നുള്ളതാണ്. മൂന്നാമതായി കൊണ്ട് ഇബാദത്തുകളിൽ ഭയങ്കര മടി ഉണ്ടാവും. നമസ്കരിക്കാൻ വരാൻ ഭയങ്കര മടി. സഹോദരൻ, നമ്മൾ ഇത്രയും ആളുകൾ നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ എല്ലാ വക്തിനും പള്ളിയിലേക്ക് വരാൻ എന്താണ് തടസ്സം? ഇല്ലെങ്കിൽ ഇശാവിനും മഗ്‌രിബിനും ഇശാവിനും സുബഹിക്കും പള്ളിയിലേക്ക് വരാൻ എന്താ നമുക്ക് തടസ്സമുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിൽ ഷെൽഫുകളിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ട്, ഖുർആൻ എടുത്തൊന്ന് ഓതാൻ എന്താ നമുക്ക് തടസ്സമുള്ളത്? ഇതൊക്കെയാണ് നാളെ പരലോകത്ത് നമുക്ക് ബാക്കിയാവുക എന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് സമ്പാദിക്കാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ നമുക്ക് പോക്കറ്റ് മണി അയക്കുന്ന സമയം ഉണ്ടാവും. ആ പോക്കറ്റ് മണിയിൽ നിശ്ചിതവിഹിതം ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലേക്കാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് എന്താ തടസ്സമുള്ളത്? ഇങ്ങനെയാണ് ജീവിതം ക്രിയാത്മകമാക്കുക. എവിടെയെല്ലാം നന്മകളുണ്ടോ അതൊക്കെ ബോധപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടത്. ഈ ശ്രമങ്ങളും ചിന്തകളും ഉണ്ടാവണമെങ്കിൽ മരണത്തെ പറ്റിയുള്ള ചിന്ത നമുക്ക് നന്നായി ഉണ്ടാവണം. അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, നിങ്ങൾ വർദ്ധിപ്പിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വ സുഖങ്ങളും മുറിച്ചു കളയുന്ന ആ മരണമുണ്ടല്ലോ, ആ മരണത്തെ പറ്റിയുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, മരണത്തിന് മുമ്പ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, അള്ളാഹുവിനെ മറക്കരുത്. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത ഒരിക്കലും മറക്കുന്ന ആളുകളെ നമ്മൾ മാറാൻ പാടില്ല. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനു കല്ലദീൻ, നിങ്ങൾ ചില ആളുകളെ പോലെ ആവാൻ പാടില്ല. നസുല്ലാഹ്, അള്ളാഹുവിനെ മറക്കുന്ന ആളുകളാണ് അവർ. ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അങ്ങനെ മറന്ന ആളുകളുണ്ടല്ലോ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ, തോന്നിവാസികൾ എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരട്ടെ, ആ പ്രയാസം ഉണ്ടാവുമ്പോഴും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമതായി നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ്. സഹോദരങ്ങളെ, മരണത്തിന് മുമ്പ് അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും കൃത്യമായി ഓർക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. എന്താണോ അള്ളാഹു റസൂലും പറഞ്ഞത് അവിടെ നിൽക്കാൻ. മാതാ ഖാലല്ലാഹ് വമാദാ ഖാല റസൂലുള്ളാഹ്, അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞു അതായിരിക്കും എനിക്ക് ഹൈർ. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും, എനിക്ക് എന്റെ ആസ്വാദങ്ങളെല്ലാം മുറിച്ചു കളയുന്ന കാര്യമാണെങ്കിലും, അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞോ ഇന്നത് കാണാൻ പാടില്ല എങ്കിൽ അത് കാണരുത്.
അത് കാണാതിരിക്കുന്നതിലാണ് എനിക്ക് ഹൈറുണ്ടാവുക. ഒരുപക്ഷെ എന്റെ ഈ ഭൂമിയിലുള്ള ആസ്വാദനങ്ങൾക്ക് അത് വിഘാതമായിരിക്കാം, അത് തടസ്സമായിരിക്കാം. പക്ഷേ നാളെ പരലോകത്ത് ഞാൻ ഖബറിൽ ഒറ്റയ്ക്കാവുമ്പോൾ അതെനിക്ക് വലിയൊരു അമലായി, ഏറ്റവും നല്ലൊരു സൽക്കർമ്മമായി എന്റെ കൂടെ വരും എന്ന ചിന്തയാണ് വിധിവിലക്കുകളെ പറ്റി നമുക്ക് ഉണ്ടാവേണ്ടത്. മൂന്നാമതായി, നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളൊരു വിദ്യാർത്ഥിയായിരിക്കെ, ഒരു മകനായിരിക്കെ, ഒരു ഭർത്താവാണെങ്കിൽ, ഒരു സഹോദരനാണെങ്കിൽ, ഒരു അയൽവാസിയാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, നമുക്ക് ഏതെല്ലാം നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടോ അതൊന്നും മറന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഭൗതികതയിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ മറക്കും. അവർക്ക് അവരുടെ ആസ്വാദങ്ങൾ മാത്രമേ അവരുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മരണത്തെപ്പറ്റി ഓർക്കുന്ന ആളുകൾ അവർക്ക് ഈ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവും. നാലാമതായി, നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളെ പറ്റി ഒരിക്കലും മറക്കാൻ പാടില്ല. തിന്മ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ ഖേദിക്കാൻ, റബ്ബേ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തു പോയി റബ്ബേ, എനിക്ക് പുറത്തു കൊണ്ട് റബ്ബേ എന്ന് പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് നമ്മളും അള്ളാഹുമായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. അഞ്ചാമതായി കൊണ്ട് പരലോകത്ത് ഒരിക്കലും മറക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു ക്യൂലാണ്, ഒരു വലിയ ക്യൂ ഇങ്ങനെ ആലോചിക്കുക. ആ ക്യൂവിൽ ഏതോ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ വലിയ ക്യൂവിൽ 80-കാരുണ്ട്, 70-കാരുണ്ട്, 5 വയസ്സുള്ളവരുണ്ട്, 10 വയസ്സുള്ളവരുണ്ട്. നമ്മളെപ്പോലെ 20, 30 ഒക്കെ വയസ്സുള്ള ആളുകൾ ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ക്യൂവിന്റെ ഏതോ ഒരു ഭാഗത്ത് നിൽക്കുന്ന നമ്മളെ ഏതോ ഒരു സമയത്ത് മലക്കുൽ മൗത്ത് വിളിക്കാൻ കാത്തു നിൽക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എപ്പോഴാണ് നമുക്കറിയാത്ത ആ സമയത്ത് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമുക്കൊക്കെ പോകണം. ഒരു സംശയം വേണ്ട. ആ ക്യൂവിൽ എപ്പോഴാണോ, ആരെയാണോ, ഏത് നിലയിൽ നിൽക്കുന്ന ആളുകളാണോ എന്നൊന്നും പരിഗണനയില്ല. അള്ളാഹുവിന്റെ മലക്കുൽ മൗത്തുകളുടെ ലിസ്റ്റിൽ അള്ളാഹു പറഞ്ഞ ആ ഓർഡർ പ്രകാരം ആരാണോ പോകേണ്ടത് അവർ പോകും. 80-കാരൻ കഴിഞ്ഞിട്ടാവില്ല 5 വയസ്സുകാരൻ പോവുക. നമ്മളെപ്പോലെ ചുറുചുറുക്കുള്ള യൗവനത്തിൽ ജീവിക്കുന്ന എത്ര ആളുകൾ ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ടുള്ളൂ, ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ആണ്, ഹാർട്ട് സ്തംഭിച്ചു പോയി. എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു വരുമ്പോഴാണ് മയോകാർഡൈറ്റിസ് ആയിരുന്നു, വലിയ പ്രയാസങ്ങൾ പിന്നിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന ഒരു ബോധം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും അങ്ങനെ പോകുന്ന സമയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ആ അവധി എത്തുന്ന സമയത്ത് നമ്മൾ ഏവരും അഭിമുഖീകരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാണ്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. എങ്ങാനും അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, ആ അവധി ദിവസവും അവധി സമയം എത്തിക്കഴിഞ്ഞാൽ, ആ നിമിഷം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅ, ഒരിക്കലും അവർക്ക് പിന്തിച്ചു കൊടുക്കുകയില്ല, ഒരു നാഴിക പോലും നീട്ടിക്കൊടുക്കുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, അതൊരിക്കലും നേരത്തെയാക്കപ്പെടുകയുമില്ല. ഇന്ന നിമിഷം, ഇന്ന സെക്കൻഡിൽ, ഇന്ന മൈക്രോ സെക്കൻഡിൽ നമ്മൾ മരണപ്പെടുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ മരണപ്പെടും. എന്ത് തന്നെ ആലോചിച്ചാലും, എന്ത് തന്നെ കാരണം പറഞ്ഞാലും ആ സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് പലരും പറയുന്നതാണ്, അല്ലാഹുവേ എനിക്കൊരു ഇത്തിരി സമയം റബ്ബേ, കുറച്ച് പിന്തിപ്പിച്ചതാ റബ്ബേ, ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നാവാ റബ്ബേ, ഞാൻ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം, ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ നോമ്പ് തോലിക്കാം, ഞാൻ നമസ്കരിക്കാം എന്നൊക്കെ നമ്മളിപ്പോ പറയുന്നതാണ്. പക്ഷെ അപ്പൊ അള്ളാഹു തിരിച്ചു പറയും, അല്ല വേണ്ടടോ, നീ ഒന്നും പറയണ്ട, നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്, ആ പറഞ്ഞതൊന്നും നീ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെയല്ല എന്ന മറുപടിയാണ് നമുക്ക് ഉണ്ടാവുക എന്നാണ്. സഹോദരങ്ങളെ, മരണത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും ഒക്കെ നിസ്സഹായരാണ്. ഒരു രക്ഷയും നമുക്കില്ല. സ്വന്തം പേര് പോലും നമ്മൾ കൊണ്ടുപോകാത്ത ഒരു മരണമാണ് നമ്മെ കാത്തിരിക്കുന്നത്. നമ്മളൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, ആ പേരല്ല മരണശേഷം നമ്മൾ വിളിക്കുക. ശേഷം നമ്മൾ വിളിക്കുന്നത് മയ്യിത്ത് എന്നായിരിക്കും. മയ്യിത്ത് എപ്പോഴാണ് എടുക്കുക? അതല്ലാതെ നമ്മുടെ പേരൊന്നല്ല വിളിക്കുക. പിന്നെ മയ്യിത്തിന്റെ സമയം എപ്പോഴാണ്, ജനാസ എപ്പോഴാണ് എന്നായിരിക്കും നമ്മൾ ചോദിക്കപ്പെടുക. സ്വന്തം പേര് പോലും കൊണ്ടുപോകാത്ത ഒരു ലോകത്തേക്കാണ് നമുക്കൊക്കെ പോകാനുള്ളത്. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇപ്പൊ നമുക്കൊക്കെ ചില ബാധ്യതകളുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ നിർവഹിക്കുന്നുണ്ട്. സലാം പറഞ്ഞ മടക്കണം, ഏറ്റവും ചെറിയ ഉത്തരവാദിത്തമാണ്. തുമ്മിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അതിന് മറുപടി പറയണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കുമുല്ലാ എന്ന് പറയണം. തിരിച്ച് യഹ്ദീകുമുല്ലാ യുസ്ലി ബാലക്കും എന്ന് പറയണം. ഇതൊക്കെ ഇപ്പോഴുള്ള ബാധ്യതകളാണ്, നമുക്ക് പരസ്പരമുള്ള ചില ബാധ്യതകൾ. എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ? മരണപ്പെട്ട ആ മയ്യത്തിന് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ? ഒന്നുമില്ല. മറിച്ച് അവിടെ കൂടെയുള്ള ആളുകളുണ്ടല്ലോ, ആരൊക്കെയാണോ മയ്യത്തിന്റെ അടുത്തുള്ളത് അവർക്കാ പിന്നെ ബാധ്യതകളുള്ളത്. എന്തൊക്കെയാ ബാധ്യതകൾ? കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്ന സമയമാണെങ്കിലേ, മരണസമയത്ത് കണ്ണ് തുറന്നു വെച്ച് മരിക്കുകയാണെങ്കിൽ ആ കണ്ണൊന്നും ഇങ്ങനെ അടയ്ക്കണം. മരണസമയത്ത് ചിലപ്പോ ഈ താടിയല്ലുകൾ ഉണ്ടല്ലോ, അത് വളരെ വികസിച്ചിങ്ങനെ നിൽക്കും. നമ്മൾ ഈ പെരുന്നാൾ സമയത്തൊക്കെ ഈ മൂരിനെ കറക്കുന്ന സമയം കണ്ടിട്ടുണ്ടാവും. എന്താ അറുക്കുന്ന സമയത്ത് ആ ബലിമൃഗത്തിന്റെ അവസ്ഥ ഉണ്ടാവുക? അത് നാവ് പുറത്തിട്ടുകൊണ്ട് അത് വായെല്ലാം പൊളിച്ചുകൊണ്ടായിരിക്കും മരണപ്പെടുക. ഇതേ അവസ്ഥയായിരിക്കും പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവുക.
ആ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന സമയത്ത് നമ്മുടെ വായ പുറത്തിങ്ങനെ വരികയാണെങ്കിൽ, നമ്മുടെ താടി ഇങ്ങനെ വികസിച്ച് നിൽക്കുകയാണെങ്കിൽ ആ താടിയും തലയും ഒന്ന് കൂട്ടി ഇങ്ങനെ വെച്ച് ഒരു ചെറിയൊരു തുണി കൊണ്ട് കെട്ടണം. രണ്ട് കാലുകൾ ഇങ്ങനെ അകന്നിങ്ങനെ പോവും. ആ രണ്ട് കാലും അകന്നിങ്ങനെ പോകുമ്പോൾ ആ രണ്ട് തള്ളവിരലും കൂട്ടിക്കെട്ടി ചെറിയൊരു തുണി കൊണ്ട് ഇങ്ങനെ കെട്ടും. നമ്മുടെ ശരീരത്തെ എല്ലാ ഭാഗവും കയ്യും കാലൊക്കെ ഒന്ന് പൊക്കിയും താഴ്ത്തിയും ഒക്കെ ഏതൊക്കെ ഭാഗമാണോ ഭയങ്കര സ്ട്രെസ്സായി നിൽക്കുന്നത് അതൊക്കെ ഒന്ന് പൊക്കിയും താഴ്ത്തിയും വെക്കണം. ഇതൊക്കെ മയ്യത്തിനോടുള്ള ബാധ്യതകളാണ്. ഞാൻ നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മോട് ബാക്കിയുള്ളവർ ചെയ്യുന്ന, നമ്മുടെ കൂടെയുള്ള ആരാണോ എന്താണോ നമുക്കറിയില്ല, അവരൊക്കെ നമ്മോട് ചെയ്യുന്ന ചില ബാധ്യതകളാണ് ഇതൊക്കെ. ഇതൊക്കെ ചെയ്ത് അതിലും അപ്പുറം ഒരു കാര്യം കൂടി ചെയ്യും. എന്താ പറയുക നിങ്ങൾ? അത് പലപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ ചെയ്യാം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുമ്പോണ്ടല്ലോ, നമ്മുടെ വയറ്റിലുള്ള അവശിഷ്ടങ്ങൾ, വേണ്ടാത്ത അവശിഷ്ടങ്ങൾ, നമ്മുടെ മലവും മൂത്രവും ഒക്കെ പുറത്തിങ്ങനെ കളയണം. അതിനെന്താ ചെയ്യുക? അവസാനം ആ വയറിലൊന്നിങ്ങനെ അമർത്തും. നമ്മൾ ഇപ്പിട്ട വസ്ത്രമൊക്കെ അഴിച്ച് മുകളിൽ വേറൊരു വെള്ള തുണി ഇങ്ങനെ വെച്ച് നമ്മുടെ വയറിൽ ഒന്നിങ്ങനെ പതുക്കെ അമർത്തി കൊടുക്കും. ആ അമർത്തുമ്പോൾ നമ്മുടെ മലവും മൂത്രവും ഒക്കെ ഒരുപക്ഷെ ഇന്ന് വരെ നമ്മൾ അറിയാതെ നമ്മുടെ മലവും മൂത്രവും പോയിട്ടില്ല എങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന ആ ദിവസത്തിൽ മറ്റുള്ളവരത് കാണുകയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും. ഇങ്ങനൊരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്, അതിനൊരു സംശയമില്ല. അങ്ങനെ ആ ദിവസത്തിന് മുമ്പ് സഹോദരങ്ങളെ വേണ്ട രൂപത്തിൽ ഒരുങ്ങുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്ത് തന്നെ കാരണങ്ങൾ നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ വിധി ആ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുയെ ഒന്ന് പിന്തിപ്പിക്കണം റബ്ബേ, റബ്ബേ കുറച്ചൊരു സമയം എനിക്ക് തരണേ എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഒരുപക്ഷെ നമ്മളാകുന്ന ആ മയ്യത്ത്, ആ മരണപ്പെട്ടവിടെ കിടക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൂടെയുള്ള ആളുകൾ പൾസൊക്കെ നോക്കുന്നുണ്ടാവും. പൾസ് ഉണ്ടോ? ചിലപ്പോൾ ECG എടുത്തു നോക്കും, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മില്ലി സെക്കൻഡ് കൊണ്ട് നമ്മൾ ഒന്നാം ആകാശത്തിലേക്ക് എത്തും. നമ്മുടെ റൂഹിനെ പിടിച്ച് മലക്കുകൾ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. സാധാരണ അത്രേ ഉള്ളൂ. കൂടുതലുള്ള ആളുകൾക്ക് അറിയില്ല മരണപ്പെട്ടോ ഇല്ലേ എന്ന്. മരണത്തിന്റെ ആ സമയമായി നമ്മൾ മരിച്ചുവെങ്കിൽ നമ്മുടെ റൂഹ് അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവും. നമ്മുടെ ശരീരം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഏത് ശരീരം? നമ്മൾ തേച്ച് മിനുക്കി, നമ്മൾ വെളുപ്പിച്ചും, നമ്മൾ മുടിയൊക്കെ വെട്ടി സുന്ദരനായും ഒക്കെ നടക്കുന്ന നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, നമ്മൾ എത്രത്തോളം പൈസ ചെലവാക്കുന്ന ഈ ശരീരം, അത് വെറും വേസ്റ്റ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ മരണശേഷം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ ബോധ്യത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നെങ്ങാനും മരിച്ചാൽ, ഈ ഒരു സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയം എത്ര സമയം 7:19 ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെയൊക്കെ മയ്യത്ത് നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ പോയി കഴിഞ്ഞാൽ എത്താനുള്ളൊരു താമസം, രാവിലെ 11 മണി അല്ലെങ്കിൽ 12 മണി ലുഹ്റോട് കൂടി എല്ലാ കർമ്മങ്ങളും തീരും. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് നമസ്കരിക്കും, നമ്മൾ നേരെ ഖബറിലേക്ക് കൊണ്ടുപോകും, പള്ളിക്കാട്ടിൽ ഏറ്റി കൊണ്ടുപോയി അവിടെ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. ശേഷം കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ കർമ്മങ്ങൾ. ആ ഇറക്കി വെച്ച് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറഞ്ഞ സമയത്ത് ചില സങ്കടമൊക്കെ ഉണ്ടാവും. ആ സങ്കടത്തിന് ശേഷം അവർ തിരിച്ചു വരും. ശേഷം 1, 2, 3 ദിവസം ആ ഖബറിനടുത്തിലേക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മാത്രം ഖബറിനടുക്കൽ വന്ന് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട്. ശേഷം തിരിച്ചു പോരും. ആ 3, 4 ദിവസം കഴിഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മറക്കും. ഞാൻ നിങ്ങൾക്ക് എത്ര വലിയ സ്വാധീനമുണ്ടാക്കിയ വലിയ വ്യക്തികളാണെങ്കിലും, നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എത്രയായിരം ലൈക്കുകളുള്ള ആളുകളാണെങ്കിലും അതൊന്നും പിന്നെ വിഷയമല്ല. നമ്മളൊക്കെ നിസ്സാരമായി ആ ഖബറിനടിയിൽ മണ്ണിന്റെ കൂടെ അലിഞ്ഞു ചേരേണ്ട ഒരു ശരീരമായി നമ്മൾ മാറും. എന്നാൽ അവിടെ ബാക്കിയാവുന്നുണ്ട് നമ്മുടെ ആത്മാവാണത്, നമ്മുടെ റൂഹാണത്. അവിടെ നമുക്ക് ഏറ്റവും തെളിച്ചമായി ഉണ്ടാവുക നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളുമാണ് നമുക്ക് ബാക്കിയായി അവിടെ ഉണ്ടാവുക. സഹോദരങ്ങൾ, ഏറ്റവും ആത്മാർത്ഥമായി നമുക്കത് ഏറ്റവും ഭാസ്വരമാക്കാൻ, സുഹൃതത്തിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറ്റി, മരണത്തെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവുക എന്നതിനപ്പുറം ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു പള്ളിയുമായി അടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഇവിടെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ആഴ്ചയിൽ ക്ലാസ്സുകൾ, വ്യാഴാഴ്ചകളിലും മറ്റൊക്കെയുള്ള തുടർച്ചയായ ക്ലാസ്സുകൾ, ഞായറാഴ്ചകളിലുള്ള ക്ലാസ്സുകൾ, ഇനി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ, പല വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം കൂടെ പറയും. അതിലൊക്കെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ മതപരമായി നമുക്ക് ലഭിക്കേണ്ട എല്ലാവിധ അന്തരീക്ഷവും നമുക്കിവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ സഞ്ചരിക്കാൻ നമ്മൾ ഉണ്ടോ ഇല്ലയോ? ജീവിതത്തിൽ വരുന്ന തിന്മകളെ മാറ്റി നിർത്തി, അള്ളാഹു അതെനിക്ക് ചേർന്നതല്ല, ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ എനിക്ക് പുറത്തു കൊണ്ട റബ്ബേ, നന്മയിൽ മുന്നിൽ നിൽക്കാനുള്ള ഭാഗ്യം നൽകണ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെ നന്മയാർന്ന കാര്യങ്ങൾ മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ദീൻ പഠിക്കാനുള്ള ഏതെല്ലാം അവസരങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തണം. നമ്മെ സംബന്ധിച്ച് ബാധിക്കുന്ന, നമ്മുടെ ആഖിറത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം വിഷയങ്ങളാണോ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു തുറന്ന സമീപനം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അതിന് പ്രയോറിറ്റി കൊടുക്കാനുള്ള ഒരു സമീപനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമതായി, ഏറ്റവും ആത്മാർത്ഥമായി യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധയും നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പേരിലൊരു മുസ്ലിം ആയിക്കൊണ്ട്, നാമമാത്രമായി മുസ്ലിം ആയിക്കൊണ്ട് മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറിച്ച് നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാവണമെങ്കിൽ നമ്മുടെ വിശ്വാസവും കർമ്മവും ആചാരവും എല്ലാം ഇസ്ലാമികമാക്കണം. എവിടെയെല്ലാമാണോ ശിർക്കിന്റെ അംശം വരുന്നത്, എവിടെയെല്ലാമാണോ കുഫറിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകളുള്ളത്, അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം.
ജീവിതത്തെ നിരന്തരം അത്തരത്തിൽ സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് തസ്കിയത്ത് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്കറിയാം യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത, യാതൊരു വാറണ്ടിയും ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തെ നിശ്ചിത സമയത്തെ അള്ളാഹു ഏറ്റവും മനോഹരമായി ജീവിക്കാനുള്ള, നന്മയിൽ മുന്നിൽ നിൽക്കാനും തിന്മകളോട് നോ പറയാനുമുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ മൈന്യൂട്ടായ തെറ്റുകൾ പോലും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇതിനേക്കാൾ മനോഹരമായി കുടുംബസമേതം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.